ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. മെഴുവേലി ബാബുജിയുടെ കമാൻഡർ പാർട്ട് 4. DGPയുടെ അധ്യക്ഷതയിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കോൺഫറൻസ്. എന്തു വന്നാലും ബോംബെ പോലീസ് അല്ല കേരള പോലീസെന്ന് നമുക്കവനെ മനസ്സിലാക്കി കൊടുക്കണം. അവനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും വേണമെന്ന് കാണിച്ച് ഞാൻ ബോംബെ പോലീസിന് മെസ്സേജ് നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ ഇഞ്ച് സ്ഥലവും വിട്ടുപോകാതെ നമ്മൾ സൂക്ഷിക്കണം. യാതൊരു ലൂപ്പ് ഹോൾസും ഉണ്ടാകരുത്. അവൻ്റെ അച്ഛൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ എത്തുന്നതാണവൻ. അച്ഛനെ പോലെ അവനും പിടഞ്ഞു തീർന്നാൽ അത്രയും നല്ലത്. DGPയുടെ കണ്ണുകൾ ഓരോ മുഖങ്ങളിലേക്കും പാളി വീണു. അക്കൂട്ടത്തിൽ DIG അരുണും ഉണ്ടായിരുന്നു. ലുക്ക് മിസ്റ്റർ അരുൺ, ഈ കാക്കി ശരീരത്തിൽ കിടക്കുന്നത് തനിക്കിപ്പോൾ ഒരു ഭാരമായി തോന്നുന്നുണ്ടോ? നോ സാർ, എനിക്ക് എന്തിനങ്ങനെ തോന്നണം? അയാൾ ചിരിച്ചു. അർജുൻ നിങ്ങളുടെ ഭാര്യ സഹോദരനാകുമ്പോൾ തീർച്ചയായും മനസ്സിൽ സെന്റിമെന്റ്സ് അടിഞ്ഞുകൂടില്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമായിരുന്നോ സാർ? അയാൾ ശബ്ദം കുറച്ച് ചോദിച്ചു. മോർച്ചറിയിൽ ഒരു പട്ടിയുടേതുപോലെ കിടക്കുന്ന ശരീരം എൻ്റെ ഭാര്യാപിതാവിൻ്റെയാണ്. അയാൾ അത് അർഹിക്കുന്നുവെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ അർജുനും അതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ. സാറിന് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. അർജുൻ കേരളത്തിലെത്തിയാൽ അവൻ്റെ നേരെ ആദ്യത്തെ വെടിയുണ്ട പായിക്കുന്നവൻ ഞാനായിരിക്കും. അവനു വേണ്ടി ഇപ്പോഴേ ഞാൻ 6 ബുള്ളറ്റുകൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. DGPയുടെ മുഖം തെളിഞ്ഞു. വെൽ ഡൺ ബോയ്. നിന്നെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യം. അദ്ദേഹം വീണ്ടും അർജുൻ്റെ കാര്യത്തിലേക്ക് കടന്നു. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. മുൻകൂട്ടി അറിയിക്കുക വഴി അവൻ നമ്മെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തു വന്നാലും സുന്ദര റെഡ്ഡിയുടെ ശവശരീരം മോർച്ചറിയിൽ തന്നെ ഉണ്ടാവണം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ തലച്ചോറ് പുകച്ചു. എങ്ങനെയും അർജുനെ കൊടുക്കണം. എങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു ഭീതി വലയം ചെയ്തിരുന്നു. ഫോൺ ശബ്ദിച്ചു. DGP റിസീവർ എടുത്തു. ഏതാനും നിമിഷത്തെ സംസാരം. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പെട്ടെന്ന് ഭാവമാറ്റം ഉണ്ടാകുന്നത് മറ്റുള്ളവർ കണ്ടു. റിസീവർ വെച്ചിട്ട് അദ്ദേഹം തലയുയർത്തി. അവൻ വരുമെന്ന് ഉറപ്പായി. മറ്റുള്ളവരിൽ അറിയാതെ ഒരു ഞെട്ടൽ പടർന്നു. യെസ്, നമുക്ക് തലവേദന ആരംഭിക്കാൻ പോകുന്നു. ഇനിയുള്ളത് വിശ്രമമില്ലാത്ത നിമിഷങ്ങളാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും DIG അരുണിൻ്റെ ഉള്ളിൻ്റെ ഉള്ളം പിടയ്ക്കുകയായിരുന്നു. അർജുൻ തനിക്ക് മാപ്പ് തരുമോ? ഇല്ല, ഒരിക്കലുമില്ല. എങ്ങനെയാണ് സാർ അവനെത്തുക? അയാൾ DIGയെ നോക്കി. ഇന്ന് 12 മണിക്ക് ഇവിടെ എത്തുന്ന വിമാനത്തിൽ അർജുൻ ഉണ്ടാവും. അയാൾ സ്വന്തം പേരിൽ തന്നെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം അവൻ രണ്ടും കൽപ്പിച്ചുള്ള വരവാണെന്നാണ്. അല്ലെങ്കിൽ സ്വന്തം പേരിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമോ? വിമാനം ഉയർന്നു കഴിഞ്ഞാൽ ഉടനെ വിവരം അറിയിക്കാമെന്ന് ബോംബെ പോലീസ് അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ അവർക്ക് അവനെ അങ്ങ് അറസ്റ്റ് ചെയ്തൂടെ? കമ്മീഷണറുടെ ന്യായമായ സംശയം. നല്ല കഥയായി. ബോംബെ തോക്കിൻ കുഴലിൽ നടുക്കി നിർത്തിയിരിക്കുന്നവനാണവൻ. അവനെ അറസ്റ്റ് ചെയ്താൽ അതിന് മുതിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ പോലും ഒരു ജീവൻ ബാക്കി കാണില്ലെന്നുള്ള വസ്തുത അവർക്ക് ശരിക്കറിയാം. തൻ്റെ നട്ടലിലൂടെ ഒരു തരിപ്പ് മുകളിലേക്ക് അരിച്ചു കയറുന്നത് കമ്മീഷണർ അറിഞ്ഞു. അവനെ തിരിച്ചറിയുന്നത് ബോംബെയിൽ അവൻ്റെ ഒറ്റ ഫോട്ടോ പോലുമില്ല. ഒരു പക്ഷേ റെഡ്ഡിയുടെ ബംഗ്ലാവിൽ 15 വയസ്സുവരെയുള്ള ഫോട്ടോകൾ ഉണ്ടായിരിക്കും. അത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് പുതിയൊരു ചിത്രം എടുത്താൽ? ഇല്ല സാർ, അങ്ങനെ ഒരു ചിത്രം പോലും അവിടെ എങ്ങുമില്ല. രാധയെ വിവാഹം ചെയ്തത് മുതൽ അത്തരം ഒരെണ്ണത്തിന് ഞാൻ ശ്രമിക്കുന്നു. പിന്നെ എന്തു ചെയ്യും? ബോംബെ പോലീസ് എന്തെങ്കിലും സൂചന തരാതിരിക്കില്ല. ഒരിക്കൽ കൂടി ഫോൺ ശബ്ദിച്ചു. യെസ്, DGP ഹിയർ. നിങ്ങളിപ്പോൾ ഒരാളെക്കുറിച്ച് വിശദമായ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ. ആ ആൾ തന്നെയാണ് ഞാൻ. അപ്പുറത്ത് കനത്ത ശബ്ദം. അർജുൻ? യാ. നിങ്ങൾ അവിടെ ഉറക്കെ ഒന്ന് തുമ്മിയാൽ പോലും അത് ഞാൻ അറിയും. അർജുൻ ചിരിക്കുന്നു. എന്തു പറയണമെന്നറിയാതെ DGP പരിങ്ങി. അർജുൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. എൻ്റെ അളിയൻ അവിടെ ഉണ്ടല്ലോ അല്ലേ? പുതിയ DIG അരുൺ. ആ പട്ടിയോട് പറഞ്ഞേര് ഞാൻ വരുന്നെന്ന്. എനിക്ക് വേണ്ട സ്വീകരണ പരിപാടികളൊക്കെ തയ്യാറാക്കിയേക്കാൻ. അറിയാതെ DGPയുടെ കണ്ണുകൾ അരുണിൻ്റെ മുഖത്തേക്ക് പാളി വീണു. അയാൾ അസ്വസ്ഥനാണെന്ന് അദ്ദേഹം കണ്ടു. പിന്നെ ഒന്ന് ചിന്തിച്ചാൽ നല്ലത്. കാക്കിയിട്ട് പോയതുകൊണ്ട് നിങ്ങളാരും മനുഷ്യരല്ലാതാകുന്നില്ലല്ലോ. നിങ്ങൾക്കും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. ആദ്യമായി അതുകൊണ്ട് ഒരു പാഠം ഉൾക്കൊള്ളണം. എൻ്റെ നേരെ വരരുത്. മരണമാണ് ഞാൻ. സ്വീകരണ പരിപാടികൾ തയ്യാറാക്കി കാത്തു നിൽക്കുന്ന കാക്കി അണിഞ്ഞ പട്ടികൾക്ക് എനിക്ക് ഒരേ ഒരു നന്ദിയെ നൽകാനുള്ളൂ: മരണം. DGP ശ്വാസം കഴിക്കാൻ പോലും മറന്ന് ഇരുന്നു.
12 മണിക്ക് മുഖാമുഖം. ഫോൺ കട്ടായി. DGP തന്ത്രങ്ങൾ മെനഞ്ഞു. സമയം 11 മണി. എയർപോർട്ടും പരിസരവും നിറയെ പോലീസായിരുന്നു. സായുധരായ പോലീസുകാർ. അർജുൻ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഉടനടി വെടിവെച്ചിട്ടേക്കാനാണ് ഉത്തരവ്. DGP നേരിട്ട് ഈ ഓപ്പറേഷന് നേതൃത്വം വഹിക്കുകയാണ്. ബോംബെ പോലീസ് ഫാക്സിലൂടെ അറിയിച്ച അർജുൻ്റെ ഫയൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. രക്ഷപ്പെടാൻ ഒരു പ്രത്യേക കഴിവാണ് അയാൾക്ക്. ആയുധമില്ലാത്ത അർജുനനെ ഏറെ സൂക്ഷിക്കണം. നിരായുധനായി ആയുധധാരികളായ ഒരു 10 പേരോടെങ്കിലും പോരാടാൻ അയാൾക്ക് കഴിയും. ഒരു റിവോൾവറിനേക്കാൾ സൂക്ഷിക്കേണ്ടത് അർജുൻ്റെ വലത് കൈയുടെ നടുവിരലാണ്. ആ വിരലിലേക്ക് ശരീരത്തിലെ ശക്തി മുഴുവൻ ആവാഹിച്ച് ശത്രുവിൻ്റെ തൊണ്ടക്കുഴിയിൽ കുത്തിയിറക്കുക. ഒരു റൈഫിളിൻ്റെ ബേണറ്റിനേക്കാൾ സൂക്ഷിക്കേണ്ടത് ആ വിരലിനെയാണ്. പിന്നെ അയാളുടെ അസാധാരണ വേഗത, കണ്ണുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ചലനം, കൂർമ്മ ബുദ്ധി, ഇതൊക്കെയാണ് അയാളെ ബോംബെയിലെ അധോലോക ചക്രവർത്തിയാക്കിയത്. മുന്നിൽ ഒരു കൊല കൊമ്പനെത്തിയാലും ചലിക്കാത്ത മരക്കാരെയല്ലേ അവൻ വീഴ്ത്തിയത്. തന്നെയും അറിയാത്തൊരു ഭീതി വലയം ചെയ്യുന്നതായി DGPക്ക് തോന്നിത്തുടങ്ങി. 12 മണിയാകും തോറും ഹൃദയ താളത്തിന് വേഗതയേറുന്നു. അവൻ്റെ ഭീഷണി ഇപ്പോഴും കാതുകളിലുണ്ട്. തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുഖങ്ങൾ അയാളുടെ മനസ്സിൽ മാറി മാറി തെളിഞ്ഞു. വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്ന അനൗൺസ്മെൻറ്റ് കേട്ടാണ് DGP ഉണർന്നത്. ഇനി കണ്ണുകളും കാതുകളും തുറന്നു വെക്കണം. ബോംബെ പോലീസ് വിമാനത്തിലേക്ക് കയറിയ അർജുൻ്റെ ഒരു രൂപം പറഞ്ഞു തന്നിട്ടുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ DIG അരുണിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കാക്കിധാരികൾ കസ്റ്റംസ് ക്ലിയറൻസ് നടക്കുന്ന ഭാഗത്തെത്തി പലയിടങ്ങളിലായി നിലകൊണ്ടു. അർജുന് യാതൊരു സംശയത്തിന് ഇട കൊടുക്കരുത്. അല്ലെങ്കിൽ തന്നെ നേരത്തെ ഇൻഫർമേഷൻ നൽകിയതനുസരിച്ച് പോലീസ് കാണുമെന്ന് അയാൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. DGPയുടെ എക്സ്റേ ശക്തിയുള്ള കണ്ണുകൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരിലായിരുന്നു. അവസാനം ആ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. ബോംബെ പോലീസ് തന്ന അടയാളങ്ങളുള്ള ഒരു ദീർഘകായൻ. കസ്റ്റംസ് ക്ലിയറൻസ് നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ച് വളരെ സാവധാനമാണ് നടത്തിയത്. അരുണിൻ്റെ കൈകൾ റിവോൾവറിൽ തഴുകിക്കൊണ്ടിരുന്നു. അസാധാരണമായൊരു ചലനം കണ്ടാലുടനെ വെടിവെച്ച് വീഴ്ത്തുക. അരുൺ തൻ്റെ അളിയനെ നോക്കി കാണുകയായിരുന്നു. തന്നെപ്പോലെ തന്നെ ശാരീരിക ശക്തിയുള്ള ഒരുവൻ. കസ്റ്റംസ് ക്ലിയറൻസിനിടയിൽ അയാളാണ് അർജുൻ എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാർ പോലീസിന് സിഗ്നൽ നൽകി. അർജുൻ പുറത്തേക്ക് നടക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്നാണ് DGP തൊട്ടടുത്തെത്തിയത്. എക്സ്ക്യൂസ് മീ. അർജുൻ തിരിഞ്ഞു. മിസ്റ്റർ അർജുൻ? യാ. അയാൾ ചിരിച്ചു. യു ആർ അണ്ടർ അറസ്റ്റ്. അയാൾ നെറ്റിച്ചൊളിച്ചു. എന്തിന്? ബോംബെ തോക്കിൻ കുടലിൽ നടുക്കി നിർത്തിയിരിക്കുന്നവനല്ലേ നീ? ആണെങ്കിൽ. അയാൾ ചിരിച്ചു. എന്ത് തെളിവാണ് അതിന് നിങ്ങളുടെ പക്കലുള്ളത്? DGP ഒന്ന് പതറി. അർജുൻ തുടർന്നു. കേരളത്തിൽ ഞാൻ എന്ത് കുറ്റം ചെയ്തു എന്നാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നത്? അപ്പോൾ DIG അരുണും അടുത്തെത്തി. ഇവിടെ കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാനാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത്, അയാൾ പറഞ്ഞു. എങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളെയല്ലേ? കാരണം ഭാര്യ മാതാവിനെ ഗ്യാസ് തുറന്നുവിട്ട് അതിനുള്ളിലിട്ട് ചുട്ടരിച്ചു. ഭാര്യയെ അധോലോകക്കാർക്ക് കൂട്ടിക്കൊടുത്തിട്ട് ഒരു പ്രമോഷൻ വാങ്ങി. അതിൻ്റെ പേരിൽ അവൾ ആത്മഹത്യ ചെയ്തു. പിന്നെ ഭാര്യാപിതാവിൻ്റെ കൊലപാതകത്തിന് കൂട്ടുനിന്നു. വിളറിപ്പോയി അരുൺ. എടാ നിന്നെ ഞാൻ. അർജുൻ ചിരിച്ചു. അരുൺ കീശയിൽ നിന്ന് ഹാൻഡ് കർച്ചീഫ് വലിച്ചെടുത്തു. അത് അർജുൻ്റെ മുഖത്തേക്ക് നേരെ നീട്ടി. നിന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വകുപ്പുകൾ ഉണ്ടാക്കാനാണോ ഞങ്ങൾക്ക് വിഷമം? പക്ഷേ അതിനു മുമ്പ് ഒരു DYSP ഓടിക്കിതച്ചു വന്നു. സർ, മെസ്സേജ്. മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് കാവൽ നിന്നവരുടേത്. അയാൾ വല്ലാതെ കിതച്ചു. അർജുൻ അത് കണ്ട് ചിരിച്ചു. എന്താടോ, എന്തുണ്ടായി പറ. നമുക്കാള് തെറ്റി. ഇയാളല്ല യഥാർത്ഥ അർജുൻ. പിന്നെ? അയാൾ മോർച്ചറിയിലെത്തി. നമ്മുടെ ഏതാനും പോലീസുകാർ പെടഞ്ഞു തീർന്നു. സുന്ദര റെഡ്ഡിയുടെ ശവശരീരവുമായി അവൻ പോയി. തലയ്ക്ക് മുകളിൽ കൂടം കൊണ്ടൊരടിയേറ്റതുപോലെ തോന്നി DGPക്ക് DIG അരുണിനും. തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ അവർ തുറച്ചു നോക്കി. അയാൾ ഉച്ചത്തിൽ ചിരിക്കുന്നു. ഇതി കർത്തവ്യതാ മൂടനായി DGP തരിച്ചു നിന്നുപോയി. ചുവടുകൾ പിഴച്ചിരിക്കുന്നു. മുന്നിൽ നിൽക്കുന്ന ദീർഘകായലിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പാളി വീണു. അയാൾ നിന്ന് ചിരിക്കുകയാണ്. DGP തിരിഞ്ഞ് DIG അരുണിനോട് പറഞ്ഞു, അറസ്റ്റ് ഹിം. അവൻ്റെ ഇവിടുത്തെ താവളങ്ങൾ എവിടെയാണെന്ന് ഇവൻ നമുക്ക് പറഞ്ഞു തരാതിരിക്കില്ല. അർജുൻ എന്ന പേരിൽ ബോംബെയിൽ നിന്നെത്തിയ അയാളുടെ കൈകളിൽ വിലങ്ങു വീണു. കത്തുന്ന മിഴികളോടെ അരുണിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു,
ഇതുപോലെ ഒരു ദിവസം നിങ്ങളെയും എനിക്ക് വിലങ്ങണിയിക്കേണ്ടി വരും. അരുണിന് കോപം അടക്കാൻ കഴിഞ്ഞില്ല. ബാസ്റ്റേഡ്! അയാളുടെ വലത് കൈപ്പത്തി ആഗതന്റെ മുഖത്തിന് നേരെ പറന്നു വന്നു. വിലങ്ങണിഞ്ഞ കൈകൾ കൊണ്ട് അയാൾ അത് തടഞ്ഞു. വേണ്ട, DIG ഷോ കാണിക്കാൻ ശ്രമിച്ചാൽ അതിനുത്തരം പറയേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയാണ്. DGP പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. അരുൺ അറസ്റ്റ് ചെയ്ത ആ മനുഷ്യനെ പുറത്തേക്ക് നടത്തി. ജീപ്പിലേക്ക് കയറുമ്പോഴും ആ മനുഷ്യൻ അരുണിന് താക്കീത് നൽകി. നിങ്ങൾ അപകടത്തെ വിലയ്ക്ക് വാങ്ങുകയാണ്. അരുണിന്റെ ചുണ്ടുകളിൽ ക്രൂരമായൊരു ചിരിയുണ്ടായി. അങ്ങോട്ട് ചെല്ലട്ടടാ, എന്ത് വേണമെന്ന് ഞാൻ കാട്ടിത്തരാം. ഈ നേരത്ത് DGPയുടെ കാർ മെഡിക്കൽ കോളേജിലേക്ക് പായുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ നടുക്കി. തലങ്ങും വിലങ്ങും കിടക്കുന്ന പോലീസുകാരുടെ ശവശരീരങ്ങൾ. ബാക്കി മുറിവേറ്റവർ ഹോസ്പിറ്റലിനുള്ളിലുണ്ട്. വെടിയുണ്ട ഏൽക്കാത്ത 1-2 പേരേ ഉള്ളൂ. അവർ DGPയുടെ അരികിലെത്തി. അവിടം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു കഴിഞ്ഞു. അങ്ങനെയായിരുന്നു സംഭവം. DGP കോൺസ്റ്റബിളിനോട് തിരക്കി. സാർ, അയാളുടെ ശബ്ദത്തിൽ അപ്പോഴും മുഴച്ചു നിന്നിരുന്ന ഭീതി DGP അറിഞ്ഞു. യാതൊരു പ്രകോപനവും ഇല്ലാതിരുന്ന നേരത്ത് പെട്ടെന്ന് വെടിയുണ്ടകൾ പാഞ്ഞു വന്നാൽ എങ്ങനെയിരിക്കും? അതാണ് ഇവിടെയും സംഭവിച്ചത്. ഒരു വാൻ വന്നു നിന്നു. അതിൽ നിന്ന് IG റാങ്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇറങ്ങി. കയ്യിലൊരു യന്ത്രത്തോക്ക്. ഞങ്ങൾക്ക് ആളിനെ മനസ്സിലായില്ലെങ്കിലും സല്യൂട്ട് ചെയ്യാതിരിക്കാൻ കഴിയുമോ? അതേ നേരത്ത് തന്നെയാണ് വെടിയുണ്ടകൾ പാഞ്ഞെത്തിയത്. ഞങ്ങൾ പതറിപ്പോയി. SI സമദ് സാറിൻ്റെ നെഞ്ചിൽ തോക്കിൻ കുഴൽ അമർത്തിക്കൊണ്ട് അയാൾ ഞങ്ങളെ കൊണ്ട് റെഡ്ഡിയുടെ ശവശരീരം വാനിലെത്തിച്ചു. പിന്നെ ഞൊടിയിടയിൽ തോക്കിൻ്റെ പാത്തി കൊണ്ട് സമദ് സാറിനെ ഇടിച്ചു വീഴ്ത്തിയിട്ട് വാനിൽ കയറി പാഞ്ഞുപോയി. വാനിൻ്റെ നമ്പർ നോട്ട് ചെയ്തോ? ഇല്ല സാർ, അതൊരു 4 രജിസ്ട്രേഷൻ വാനായിരുന്നു. DGP ചലനമറ്റ് നിന്നു. ഇനി എന്തു വേണമെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലൊരു അവ്യക്തത. എന്നിരുന്നാലും സകല റോഡുകളും ബ്ലോക്ക് ചെയ്ത് മുഴുവൻ വാഹനങ്ങളും പരിശോധിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. അധോലോകത്തെ പുതിയ ചക്രവർത്തിയായി സ്വയം അവരോധിതനായ ഹൈദർ തൻ്റെ സിംഹാസനം ഉറയ്ക്കുന്നതിന് മുമ്പുള്ള ഈ ഭീഷണി അറിഞ്ഞു ഞെട്ടി. അൻസാർ, അയാൾ വിളിച്ചു. ഗുണ്ടാത്തലവനെത്തി. അയാളുടെ നീണ്ട മുടിയിഴകൾ ഇളകി. അവസാന അംഗത്തിന് സമയമായിരിക്കുന്നു. ശത്രു എത്തിക്കഴിഞ്ഞു. നമ്മുടെ അരങ്ങേറ്റം പോലെ അവൻ്റെ അരങ്ങേറ്റവും ഗംഭീരമായിരിക്കുകയാണ്. പോലീസിൻ്റെ ഒപ്പം നമ്മുടെ കണ്ണുകളും അവൻ്റെ പിന്നാലെ ആയിരിക്കണം. തന്ത പോയ വഴിയെ തന്നെ അവനെ പോകാനും അധികം വൈകരുത്. അൻസാർ ചിരിച്ചു. അയാളുടെ കണ്ണുകളിൽ ഒരു സൂര്യൻ കത്തി ജ്വലിക്കുന്നത് ഹൈദർ കണ്ടു. തൈമൂർ മരിച്ചോ? ഇല്ല. ഒടുക്കത്തായസാണ് അവന്. ഇനി ഒരക്ഷരം പോലും അവൻ നമ്മോട് വിട്ടു പറഞ്ഞിട്ടില്ല. കൈകൾ പിന്നിൽ കെട്ടി ഹൈദർ അസ്വസ്ഥതയോടെ മുറിയിൽ അങ്ങിങ്ങ് നടന്നു. ആ ഡയമണ്ട്സ്, അത് കിട്ടിയില്ലെങ്കിൽ? പെട്ടെന്നെന്തോ ഓർമ്മിച്ചിട്ടെന്ന വണ്ണം ഹൈദർ പുഞ്ചിരിച്ചു. അൻസാർ, ആ നായിൻ്റെ മോൻ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യം ഒരു പക്ഷേ അർജുന് കൈമാറാൻ വേണ്ടി ആവണം കാത്തിരിക്കുന്നത്. അതുക വേണ്ട. നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഡയമണ്ട്സ് മറ്റാർക്കും കിട്ടിക്കൂടാ. അൻസാർ തലയനക്കി. എങ്കിൽ ഇന്ന് തന്നെ അവൻ്റെ ശരീരം നമുക്ക് അർജുന് സമ്മാനമായി നൽകാം. ഓക്കെ. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. അൻസാർ റിസീവർ എടുത്തു. ഹലോ. യെസ് സാർ, ഉണ്ട്. അൻസാർ റിസീവർ ഹൈദർക്ക് കൈമാറി. ചീഫ് മിനിസ്റ്ററാണ്. ഹലോ സാർ. ഹൈദർ ചിരിച്ചു. നല്ല വിശേഷങ്ങളാണ് അല്ലേ? ഇപ്പോഴും തനിക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നടോ ഹൈദറെ? രംഗനാഥ് അമർഷം പൂണ്ടു. പിന്നെ ഞാൻ കരയണോ സാർ? അതിനേതായാലും ഹൈദറെ കിട്ടില്ല. ഹൈദറുടെ ഒരു തുള്ളി കണ്ണീരിന് 1,00,000 പേരുടെ ജീവന്റെ വിലയുണ്ട്. ഒരു തുള്ളി കണ്ണീർ നഷ്ടമാക്കിയാൽ പകരമായി ഹൈദർ 1,00,000 പേരുടെ ജീവൻ ഇങ്ങെടുക്കും. ഹൈദർ, ഇത് തമാശ പറയാനുള്ള സമയമല്ല. അവൻ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അറിഞ്ഞു. നിങ്ങൾ ഭരണാധികാരികൾക്ക് കിട്ടുന്നതിനേക്കാൾ വേഗത്തിൽ ഞങ്ങൾക്കാണ് മെസ്സേജുകൾ കിട്ടുക. അവൻ ആഞ്ഞടിക്കും. എല്ലാവരെയും കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രാജ്യത്തെ പോലീസിന് അധികം ജോലിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ? ഫോഴ്സിനെ മുഴുവനും അവൻ്റെ പിന്നാലെ തിരിച്ചു വിട്ടോളൂ. പിന്നെ നമ്മുടെയൊക്കെ ജീവന്റെ കാര്യം, അതിനൊക്കെ വേണ്ടത് ഞാൻ ചെയ്തോളാം. രംഗനാഥിന് അല്പം ആശ്വാസം തോന്നി. പോലീസ് സേന തലസ്ഥാനം മുഴുവൻ അരിച്ചു പെറുക്കി. ഒരിടത്തും അർജുൻ്റെ യാതൊരു വിവരവും ഇല്ല. ഇനി പിതാവിൻ്റെ ശരീരവുമായി അയാൾ ബോംബെക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് പോലും അവർ ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ അങ്ങനെ അങ്ങ് പോകുമോ അർജുൻ? അയാളുടെ മനസ്സിൽ അടുക്കി വെച്ചിരിക്കുന്ന പക ഒരു കൊടുങ്കാറ്റായി രൂപം പ്രാപിക്കില്ലേ? DGP ആകെ അസ്വസ്ഥനായിരുന്നു. സുന്ദര റെഡ്ഡിയുടെ മരണത്തിൽ ഭരണപക്ഷത്തുള്ള പലർക്കും കൈയുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. അർജുനെക്കുറിച്ച്
ബോംബെയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അയാൾ മൂക്കിന് താഴെ തന്നെയുണ്ട്. അയാളെപ്പോലെയുള്ള ഒരു അണ്ടർവേൾഡ് കിങ്ങിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഇവിടെ രഹസ്യമായി പലരും തയ്യാറായേക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. പിന്നെ തനിക്കിപ്പോൾ ഒരു ആശ്വാസമുള്ളത് എതിർപക്ഷത്തുള്ളത് ഹൈദറാണെന്നാണ്. അതുകൊണ്ട് അവർ പരസ്പരം അടിച്ചു തീരുന്നതുവരെ മൗനമായി നിൽക്കുകയാണ് ഉത്തമമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു. എന്നിരുന്നാലും അർജുനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ തൻ്റെ സർവീസിലെ ഏറ്റവും മികച്ച സംഭവമായിരിക്കും അത്. മെഡിക്കൽ കോളേജിൽ വെച്ച് നേരിട്ട് കണ്ട 2 കോൺസ്റ്റബിൾസിനെ അപ്പുറത്തെ മുറിയിലെത്തി അവർ പറയുന്ന രൂപസാദൃശ്യമുള്ള ഒരു ചിത്രം വരയ്ക്കുകയാണ് ആർട്ടിസ്റ്റ്. പിന്നെ ഇവിടെയുള്ള അർജുൻ്റെ താൽക്കാലിക താവളം എവിടെയാണെന്ന് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തവനിൽ നിന്നും അരുൺ മനസ്സിലാക്കിയിരിക്കും. DGP ഒരു ചുരുട്ട് കത്തിച്ചു. ഈ നേരത്ത് ടോർച്ചർ റൂമിൽ വിയർത്ത് കുളിച്ച 2 പേരുണ്ടായിരുന്നു. ഒരാൾ DIG അരുൺ, അടുത്തത് അറസ്റ്റിലായ മനുഷ്യൻ. തനിക്കറിയാവുന്ന മർദ്ദനമുറകൾ മുഴുവൻ പ്രയോഗിച്ചിട്ടും ബോംബെയിൽ നിന്ന് എത്തിയവനിൽ നിന്നും ഒരക്ഷരം പോലും മനസ്സിലാക്കാൻ അരുണിന് കഴിഞ്ഞില്ല. അവൻ്റെ പേര് പോലും. അവസാനം ക്ഷീണിച്ചത് അരുണാണ്. അത്രയും മർദ്ദനമേറ്റതിൻ്റെ യാതൊരു ക്ഷീണവും ബോംബെക്കാരനില്ല താനും. എടാ, നിന്നെ കൊന്നിട്ടായാലും അവൻ എവിടാണെന്ന് ഞാൻ പറയിക്കും, അരുൺ അലറി. അപ്പോഴും ബോംബെക്കാരൻ ചിരിച്ചു. നിങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല മിസ്റ്റർ DIG സർ. പകരം എന്നെ അടിക്കുന്ന ഓരോ അടിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഷമവും കോപവും ഒക്കെ ഒന്നിച്ചുണ്ടായ അരുണിന് തൻ്റെ സർവീസിനിടയിൽ ആദ്യമായാണ് ഇത്തരം ഒരു കുറ്റവാളിയെ കാണുന്നതെന്ന് തന്നെ അയാൾക്ക് തോന്നി. അയാൾ തുടർന്നു. എൻ്റെ പേര് അർജുൻ എന്ന് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെയാണ് നിങ്ങൾ അടിച്ചൊടിക്കുന്നത്. ഇതിന് മറുപടി ഒന്നേ ഉള്ളൂ, മരണം. ഈ സമയത്ത് ഒരു കോൺസ്റ്റബിൾ ഓടിക്കതച്ചെത്തി. എന്താടോ? അരുൺ തലയിളക്കി. അർജുനോ? അരുൺ നടുങ്ങി. എവിടെ? ഇവിടെയല്ല, പിന്നെ? ശംഖുമുഖത്ത്. കോൺസ്റ്റബിൾ പറയുന്നത് മനസ്സിലാകാതെ അരുൺ മിഴിച്ചു നിന്നു. അപ്രതീക്ഷിതമായാണ് ആഭ്യന്തരമന്ത്രി സുകുമാരൻ നായർക്ക് അർജുൻ്റെ ടെലിഫോൺ മെസ്സേജ് കിട്ടിയത്. അപ്പുറത്ത് അർജുനാണെന്നറിഞ്ഞതും സുകുമാരൻ പിടഞ്ഞുണർന്നു. സംഹാരത്തിന് മുമ്പ് എനിക്ക് പൂർത്തിയാക്കേണ്ട ജോലി അച്ഛൻ്റെ ശവസംസ്കാരമാണ്. അർജുൻ്റെ കനത്ത ശബ്ദം ഹോം മിനിസ്റ്ററുടെ കാതുകളിൽ പുളഞ്ഞിറങ്ങി. അതുകൊണ്ട് ഞാൻ ആ കർമ്മം പൂർത്തിയാക്കാൻ പോവുകയാണ്. ശംഖുമുഖത്ത് എൻ്റെ അച്ഛൻ്റെ ശവശരീരവുമായി ഞാൻ എത്തിക്കഴിഞ്ഞു. ചിത ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ പ്രസ്തുത ചടങ്ങിൽ സംബന്ധിക്കാം. ഞാൻ അവിടെ തന്നെ ഉണ്ടാകും. ശ്വാസം വിലങ്ങിയ മട്ടിൽ ഏതാനും സെക്കൻഡുകളോളം സ്തബ്ധനായി ഇരുന്നു പോയി സുകുമാരൻ നായർ. അയാൾ പെട്ടെന്ന് റിസീവർ എടുത്തു. DIG ലൈനിൽ വന്നു. കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു. സൈറൺ മുഴക്കിക്കൊണ്ട് പോലീസ് വാഹനങ്ങൾ ശംഖുമുഖത്തേക്ക് പാഞ്ഞുപോയി. ഒരു കാറിൽ അപ്പോഴേക്കും DIG അരുണും യാത്രയായി കഴിഞ്ഞിരുന്നു. ശംഖുമുഖം. വാഹനങ്ങൾ ബ്രേക്കിട്ട് നിന്നു. ഒറ്റ നോട്ടത്തിൽ അവർ കണ്ടു, കടൽക്കരയിൽ ചിതയൊരുക്കിയിരിക്കുന്നു. കയ്യിൽ കത്തിച്ചു പിടിച്ച പന്തവുമായി അർജുൻ കാത്തു നിൽക്കുകയാണ്. പോലീസുകാർ വാഹനങ്ങളിൽ നിന്നും ചാടിയിറങ്ങി. അവരുടെ തോക്കിൻ കുഴലുകൾ ഒരു വലയമായി അർജുന് നേരെ നീണ്ടു. കാൽക്കീഴിൽ മണൽത്തരികൾ ഞെരിഞ്ഞമർന്നു. എല്ലാവരും ആദ്യമായി അർജുനെ കാണുകയാണ്. DIG അരുൺ പല്ല് ഞെരിച്ചു. ബാസ്റ്റേഡ്. പോലീസുകാർ കുറെ കൂടി മുന്നോട്ടാഞ്ഞു. അർജുൻ അനങ്ങാതെ നിന്നു. ആ കണ്ണുകളിലേക്ക് പന്തത്തിൻ്റെ അഗ്നി പടരുന്നത് ഒരു നടുക്കത്തോടെ അരുൺ കണ്ടു. അർജുൻ്റെ കണ്ണുകൾ ഓരോ മുഖങ്ങളിലും പരതി നടന്നു. അവസാനം DIG അരുണിൻ്റെ മുഖത്ത് ഒരു നിമിഷം തറഞ്ഞു. പക്ഷേ തൽക്കാലം അയാൾ മൗനം പാലിച്ചു. പോലീസുകാർ വീണ്ടും മുന്നോട്ടടുക്കുകയായിരുന്നു. ഒരു നിശ്ചിത അകലത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അർജുൻ്റെ ശബ്ദമുയർന്നു. സ്റ്റോപ്പ്. ഒരു നിമിഷം അവരുടെ കാലുകൾ നിശ്ചലമായി. അർജുൻ തറയിൽ നിന്നൊരു റിമോട്ട് എടുത്തു. അതിൻ്റെ സ്വിച്ചിൽ വിരലമർത്തുന്നു. ഒരു സ്ഫോടനം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞെട്ടി. അവർക്ക് മുമ്പിൽ ഭൂമി പൊട്ടിപ്പിളരുന്നത് പോലെ മണൽത്തരികൾ ആകാശത്തേക്കുയർന്നു. അവരുടെ കൈകൾ ട്രിഗറിൽ അമർന്നു. ആ നിമിഷത്തിൽ പിന്നിലും പൊട്ടിത്തെറിയുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിറച്ചുപോയി. അർജുൻ, കീഴടങ്ങുക, DGP വിളിച്ചു പറഞ്ഞു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അപകടമാണ്. ഒരു വലിയ തിര തീരത്തണഞ്ഞു. അതിൻ്റെ ഹുങ്കാരത്തേക്കാൾ ഉച്ചത്തിൽ അർജുൻ്റെ ശബ്ദമുയർന്നു. ഇപ്പോൾ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള നൂൽപ്പാലത്തിലാണ് നിങ്ങൾ എന്ന കാര്യം മറക്കണ്ട. കാരണം ഈ കടൽ തീരം മുഴുവൻ ഞാൻ ബോംബുകൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്നത് തന്നെ ബോംബിന് മുകളിലാണ്. ഇനി എൻ്റെ കൈവിരൽ റിമോട്ടിലൊന്ന് അമർന്നാൽ മണൽത്തരികൾ കണക്കെ ചിതറിത്തെറിക്കുന്നത് നിങ്ങളുടെ ശരീരമായിരിക്കും.
DGPയും DIGയും മുഖാമുഖം നോക്കി. അർജുൻ തുടർന്നു. എൻ്റെ അച്ഛൻ്റെ ശവസംസ്കാരത്തിന് നിങ്ങളെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധിച്ചു. ഈ തക്കത്തിന് അരുൺ റിവോൾവർ എടുത്ത് അർജുൻ്റെ നേരെ ചൂണ്ടി. വേണ്ട, അരുൺ വെട്ടിത്തിരിഞ്ഞു. നീയുമായി ഞാനൊരു അഭിമുഖം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. തോക്കെടുക്കാൻ നിനക്ക് കൈകളുണ്ടെങ്കിൽ അപ്പോഴാകാം. ഇവിടെ നീ അനാവശ്യമായൊരു വെടിയുണ്ട പാഴാക്കി കളഞ്ഞാൽ ഒപ്പം നിൽക്കുന്നവരുടെ മുഴുവൻ ജീവനാണ് അപകടത്തിലാവുക. അരുൺ റിവോൾവർ താഴ്ത്തി. ചിത ആളിക്കത്താൻ തുടങ്ങിയിരിക്കുന്നു. അർജുനെ വെടിവെച്ച് വീഴ്ത്തുന്നതിനോട് DGPക്കും താല്പര്യമാണ്. പക്ഷേ തങ്ങൾ ബോംബിന് മുകളിൽ നിൽക്കുമ്പോൾ ഒരു മരണപരീക്ഷണത്തിന് അദ്ദേഹത്തിന് ഒരുക്കമായിരുന്നില്ല. കത്തിക്കരിയുന്ന മാംസത്തിൻ്റെ ഗന്ധം അവിടെ നിറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാഴ്ചക്കാരായി നോക്കി നിന്നു. മിനിറ്റുകൾ എഴയുകയാണ്. സുന്ദര റെഡ്ഡിയുടെ ശരീരം ചാരമായിക്കൊണ്ടിരുന്നു. കനലുകൾ കാറ്റിൽ വെട്ടിത്തിളങ്ങി. പെട്ടെന്നൊരു ബോട്ട് ഉൾക്കടലിൽ നിന്ന് പാഞ്ഞു വന്നു. അർജുൻ തിരിഞ്ഞു നോക്കി. പിന്നെ പോലീസുകാരെ നോക്കി കൈ ഉയർത്തി വീശി. ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതിന് നന്ദി. ഇനിയും കാണേണ്ടി വരും. പക്ഷേ അത് സൗഹൃദപൂർവമായിരിക്കില്ലെന്നു മാത്രം. അയാൾ ബോട്ടിലേക്ക് ചാടിക്കയറി. അത് പാഞ്ഞുപോയി. DGP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ മിഴിച്ചു നിന്നു. സ്കൗണ്ട്രൽ! അരുൺ അണപ്പല്ല് ഞെരിച്ചു. ചാട്ടുളി പോലെ അപ്പോഴും പായുകയായിരുന്നു ആ ബോട്ട്. അവർ നോക്കി നിൽക്കെ തന്നെ കടലിലൊരു ബിന്ദുവായി അതിൽ അലിഞ്ഞില്ലാതായിപ്പോയി. ഇതൊരിക്കലും പ്രതീക്ഷിച്ച സംഭവമായിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ എല്ലാവിധ മുൻകരുതലുകളും എടുത്തേനെ. പറ്റിപ്പോയി. DGP ദുഃഖത്തോടെ ഓർത്തു. തങ്ങൾ ഇത്രയും പേരെ അവൻ വെറും വിഡ്ഢികളാക്കിയിരിക്കുന്നു. ഒരിക്കൽ കൂടി DIG അരുൺ ടോർച്ചർ റൂമിലെത്തി. അവിടെ അപ്പോഴും ചങ്ങലയിൽ തൂങ്ങി അയാൾ കിടക്കുന്നുണ്ടായിരുന്നു. ആ ബോംബെക്കാരൻ. ഇനിയും എൻ്റെ ചോദ്യങ്ങൾക്ക് മൗനം പാലിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ആ നാവ് ഞാൻ അറുത്തെടുക്കും. കാരണം നിനക്ക് നാക്കിൻ്റെ ആവശ്യമില്ലല്ലോ. അയാൾ തല വെട്ടിത്തിരിച്ച് കത്തുന്ന കണ്ണുകൾ കൊണ്ട് അരുണിനെ നോക്കി. എന്താടാ, പേടിപ്പിക്കുകയാണോ? നിങ്ങളുടെ ഈ സംസാരം കേട്ടാൽ തന്നെ അറിയാലോ ശരിക്കും പേടിച്ചിരിക്കുന്നുവെന്ന്. കോപത്തോടെ അരുൺ വാച്ചഴിച്ചൊരു മേശപ്പുറത്ത് വെച്ചു. പിന്നെ ഒരു റൂൾ തടി എടുത്തു. വായുവിലൂടെ അത് പാഞ്ഞെത്തി. ചതൻ ശരീരത്തിൽ റൂൾ തടി വീണ്ടും ക്ഷതങ്ങളുണ്ടാക്കി. അലറിക്കരഞ്ഞുപോയി ആ മനുഷ്യൻ. അയാളുടെ പല്ലുകൾക്കിടയിലൂടെ ചതഞ്ഞരിഞ്ഞ വാക്കുകൾ പുറത്തു ചാടി. മിസ്റ്റർ DIG, നിങ്ങൾക്കു ഞാൻ മരണം വിധിച്ചിരിക്കുന്നു. അതിന് നീ ആരാടാ, ജഡ്ജിയോ? അരുൺ പരിഹസിച്ചു. മരണം ആരാണ് വിധിച്ചിരിക്കുന്നതെന്ന് അറിയണ്ടേ? വീണ്ടും വീണ്ടും റൂൾ തടി അന്തരീക്ഷത്തിൽ പൊളഞ്ഞു. ആ മനുഷ്യൻ ചോരയൊലിക്കുന്നൊരു മാംസ കഷണമായി. കിടക്കറയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും DGP ഗോപാൽ ശങ്കർക്ക് ഉറക്കം വന്നില്ല. ഇനി അങ്ങോട്ടുള്ളത് ഉറക്കമില്ലാത്ത നാളുകളാണ്. സുന്ദര റെഡ്ഡി മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കൊണ്ട് സ്വസ്ഥമായി എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അതിലും വലിയ തലവേദനയാണിപ്പോൾ അർജുൻ. തമ്മിൽ ഭേദം സുന്ദര റെഡ്ഡി ആയിരുന്നെന്ന് തോന്നിപ്പോകുന്നു. ബുദ്ധിപൂർവമാണ് അർജുൻ കളിച്ചത്. അവൻ്റെ പേരിൽ വിമാനത്തിൽ വന്നവൻ ഇനിയും ഒറ്റ അക്ഷരം പോലും വിട്ടു പറഞ്ഞിട്ടില്ല. അസാധാരണ ചങ്കൂറ്റം തന്നെ. അർജുൻ്റെ ഇവിടുത്തെ താവളം അവൻ അറിയാമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അരുൺ മിടുക്കനാണ്. ഈ രാത്രി പുലരും മുമ്പ് എങ്ങനെയും അവനെ കൊണ്ട് സത്യങ്ങൾ തുറന്നു പറയിക്കാമെന്നാണ് അയാൾ തനിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. റിട്ടയർ ആവാൻ തനിക്കിനി 4 മാസങ്ങൾ കൂടിയുള്ളൂ. അതിനിടയിൽ അർജുനെ അകത്താക്കാൻ കഴിഞ്ഞാൽ? ഭാര്യ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അദ്ദേഹത്തിന് അവരോട് അസൂയ തോന്നി. ഇവൾക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു? ഈ യൂണിഫോം അണിയാൻ തുടങ്ങിയതിന് ശേഷം ശരിക്കൊന്നും ഉറങ്ങിയ കാലം മറന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നും ഓരോ പ്രശ്നങ്ങൾ. ബെഡ്റൂം ലാമ്പിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ മച്ചിലേക്ക് കണ്ണും നട്ട് അദ്ദേഹം കടന്നു. ഇപ്പോൾ സമയം എന്തായി കാണും? 12 1 മണിയോ? മനസ്സിൽ ഒരു രൂപമേ ഉള്ളൂ, അർജുൻ. അയാളെ ചൂണ്ടിക്കാട്ടിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ നൽകാമെന്ന ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനം വളരെ പ്രാധാന്യത്തോടെയാണ് TV-യിൽ വന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം തേടുന്ന ഒരുപാട് കണ്ണുകൾ ഇനി ഉണ്ടാകും. ഗോപാൽ ശങ്കർക്ക് വല്ലാത്ത ദാഹം തോന്നി. എണീറ്റ് മേശപ്പുറത്തിരുന്ന കുപ്പിയിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചു. വീണ്ടും വന്നു കിടന്നു. എപ്പോഴോ ഉറക്കം കണ്ണുകളെ തഴുകി. സർ, ആരോ വിളിച്ചു. കണ്ണ് തുറക്കാതെ തന്നെ അർദ്ധമയക്കത്തിൽ അദ്ദേഹം കാതോർത്തു. സർ, വീണ്ടും വിളിക്കുന്ന ശബ്ദം. ഗോപാൽ ശങ്കർ കണ്ണു തുറന്നു. അവ്യക്തമായൊരു വിലാപം തൊണ്ടയിൽ കുരുങ്ങി. തൊട്ടരികിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അദ്ദേഹം ചാടി എണീറ്റു. പക്ഷെ നെഞ്ചിൽ ഒരു റിവോൾവറിൻ്റെ കുഴൽ അമർന്നു. ഞാൻ പറയുന്നതാണ് താങ്കൾ കേൾക്കേണ്ടത്. ചലനം പോലും
എൻ്റെ അനുവാദത്തോടെ മാത്രം. ഗോപാൽ ശങ്കർക്ക് ശ്വാസം വിലങ്ങി. വളരെ പതിയെയാണ് അയാൾ പറഞ്ഞതെങ്കിലും വല്ലാത്തൊരു ശക്തി ഉണ്ടായിരുന്നു ആ സ്വരത്തിന്. വാതിൽ തുറന്നു കിടക്കുന്നു. ബോൾട്ട് ഇളക്കി. ഇയാൾ എങ്ങനെ അകത്തെത്തിയെന്ന് DGPക്ക് മനസ്സിലായില്ല. നിങ്ങൾ ആരാണ്? കഴിവതും ശബ്ദം പതിരാറിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം തിരക്കി. അയാൾ പതിയെ ചിരിച്ചു. കേട്ടാൽ ചിലപ്പോൾ താങ്കൾക്ക് ഞെട്ടൽ തരാൻ പര്യാപ്തമാണ് എൻ്റെ പേര്. ആം അർജുൻ. DGP ഞെട്ടുക തന്നെ ചെയ്തു. നിനക്ക് എന്തു വേണം? അർജുൻ മറുപടി നൽകും മുമ്പ് ഗോപാൽ ശങ്കറുടെ ഭാര്യ ഉണർന്നു കഴിഞ്ഞിരുന്നു. ആരാത്? നിലവിളിക്കും പോലെ അവരുടെ സ്വരമുയർന്നു. പെട്ടെന്ന് മുറിയിലെ ലൈറ്റ് തെളിഞ്ഞു. റിവോൾവർ മുനയിൽ നടുങ്ങി നിൽക്കുന്ന തൻ്റെ ഭർത്താവിനെ കണ്ട് അവർ അലറിക്കരഞ്ഞു. ശബ്ദിക്കരുത്. അർജുൻ്റെ സ്വരം കനത്തു. ഭർത്താവ് പിടഞ്ഞു വീഴുന്നത് നിങ്ങൾക്ക് കാണണോ? അവരുടെ നാവടഞ്ഞു. ചകിതഭാവത്തിൽ അവർ അർജുനെ നോക്കി. അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. അവർ അർജുൻ്റെ അടുത്തേക്ക് ഓടി വരാൻ ഭാവിച്ചു. വേണ്ട. ഗോപാൽ ശങ്കറുടെ നെഞ്ചിൽ റിവോൾവർ ഒന്നുകൂടി അമർന്നു. നിങ്ങളുടെ ഭർത്താവിനെ ജീവനോടെ വേണമെങ്കിൽ ഇനി ഞാൻ പറയുന്നത് അനുസരിക്കണം. അർജുൻ, ഞാൻ DGP ആണെന്ന് നിങ്ങൾ മറക്കുന്നു. അതിന് എനിക്കെന്തു വേണം? ഇവിടെയുള്ള കാക്കയണിഞ്ഞ ക്രിമിനലുകൾക്കിടയിൽ നിങ്ങളുടെ മുഖവും ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. ലുക്ക് മിസ്റ്റർ ഗോപാൽ ശങ്കർ, എൻ്റെ അച്ഛൻ്റെ മരണത്തിന് അറിയാതെയെങ്കിലും നിങ്ങൾ ഉത്തരവാദിയായിട്ടുണ്ടെങ്കിൽ റിട്ടയർ ആകുന്നതിന് മുമ്പ് തന്നെ വഴിയൊഴിഞ്ഞു തരേണ്ടി വരും. DGPക്ക് എന്തു വേണമെന്നറിഞ്ഞില്ല. അറിഞ്ഞിടത്തോളം ഇവനോട് ഇടയാതിരിക്കുന്നതാണ് ഉത്തമമെന്ന് അദ്ദേഹത്തിന് തോന്നി. നിങ്ങൾക്കിപ്പോൾ എന്തു വേണമെന്ന് പറയൂ. ഫോണിനടുത്തേക്ക് നടക്ക്. അർജുൻ അദ്ദേഹത്തിൻ്റെ മാറിൽ നിന്നും റിവോൾവർ മാറ്റി പുറത്തമർത്തി. അനുസരിക്കാതെ അദ്ദേഹത്തിന് നിവൃത്തിയുണ്ടായിരുന്നില്ല. ഫോണിനടുത്തെത്തിയപ്പോൾ അടുത്ത കൽപ്പന. ബോംബെയിൽ നിന്നെത്തിയ എൻ്റെ ആളെ എവിടിട്ടാണ് കാക്കി അണിഞ്ഞ പട്ടികൾ അടിച്ചൊടിക്കുന്നത്? അവിടേക്ക് വിളിക്കേ. ഇനി ഒരൊറ്റ അടി പോലും അയാളുടെ ശരീരത്തിൽ ഏൽക്കരുത്. ഉടനെ അയാളെ റിലീസ് ചെയ്യണം. വൈകരുത്. ഗോപാൽ ശങ്കർ മടിച്ചു. ഒരിക്കലും അംഗീകരിക്കാനാവാത്തൊരു ഡിമാൻഡാണല്ലോ ഇയാളുടേത്. വേഗം. നോ, എനിക്കതാവില്ല. പറഞ്ഞു തീരും മുമ്പ് അർജുൻ്റെ ചുരുട്ടിയ ഇടത് കൈ ഗോപാൽ ശങ്കറിൻ്റെ താടിയെല്ലി ചതച്ചു. വല്ലാത്തൊരു നിലവിളിയോടെ അദ്ദേഹം വേച്ചുപോയി. അർജുൻ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് നേരെ നിർത്തി. ഭാര്യ നിലവിളിയോട് ഓടി വന്നു. തൊട്ടുപോകരുത് അദ്ദേഹത്തെ. നാവടക്കടി. അതുവരെ കണ്ട മുഖമായിരുന്നില്ല അപ്പോൾ അർജുന്. വേണ്ടി വന്നാൽ രണ്ടിനെയും ഇവിടെ വെടിവെച്ചിടാനും ഞാൻ മടിക്കില്ല. അയാൾ അങ്ങനെ ചെയ്യുമെന്ന് തന്നെ അവർക്ക് തോന്നി. റിസീവർ എടുക്ക്. ഞാൻ 5 നിമിഷം തരാം. അല്ലെങ്കിൽ അർജുൻ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ കൊലപാതകം ഗോപാൽ ശങ്കറുടെ പേരിലായിരിക്കും. മരവിച്ച് നിൽക്കുന്ന ഗോപാൽ ശങ്കറെ നോക്കി ഭാര്യയും പറഞ്ഞു, വേണ്ട, നമുക്ക് ചാവണ്ട. അവൻ പറയുന്നത് പോലെ അങ്ങ് കേൾക്ക്. DGP ഭാര്യയെ തുറിച്ചു നോക്കി. അർജുൻ റിവോൾവറിൻ്റെ ബാരൽ ഗോപാൽ ശങ്കറിൻ്റെ കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ മുട്ടിച്ചു. ട്രിഗറിൽ പതിയെ വിരലമർന്നു. റിവോൾവറിൻ്റെ സിലിണ്ടർ കറക്കി. ഞാൻ ഗോപാൽ ശങ്കറുടെ സ്വരം വിറച്ചു. അർജുൻ അയാളുടെ മുഖത്തു നിന്നും കണ്ണുകൾ എടുത്തില്ല. അവിടെ ഒരു നിമിഷം മൗനത്തിൻ്റെ ഖനീഭവിച്ച ഒരു രൂപം തങ്ങി നിന്നു. ഞാൻ വിളിക്കാം. അവസാനം DGP സമ്മതിച്ചു. പക്ഷേ അയാൾ റിവോൾവർ മാറ്റിയില്ല. ഗോപാൽ ശങ്കറുടെ വിറയ്ക്കുന്ന കൈവിരൽ റിസീവറിന് നേരെ നീങ്ങി. അർജുൻ ഇടത് കൈകൊണ്ട് ഫോൺ അരികിലേക്ക് നീക്കി വെച്ചു കൊടുത്തു. DGP നമ്പർ അമർത്തി. ഹലോ, അരുണല്ലേ? ഞാൻ ഗോപാൽ ശങ്കറാണ്. അവൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല സാർ. എന്നാലും രാത്രി പുലരും മുമ്പ് ഞാൻ അവനെക്കൊണ്ട് എല്ലാം പറയിക്കും സാർ. DIG അരുൺ ഇങ്ങോട്ട് പറഞ്ഞു. അവനെ ചോദ്യം ചെയ്യേണ്ട, വിട്ടേര് സാർ. യെസ്, ദിസ് ഈസ് മൈ ഓർഡർ. ഇനി അവൻ്റെ മേലൊരടി പോലും വീഴരുത് സാർ. ഞാൻ ഒന്നും പറയണ്ട. അവനെ വിട്ടയച്ചതിന് ശേഷം എന്നെ വിളിക്കുക. 5 മിനിറ്റിനുള്ളിൽ. അദ്ദേഹം ഫോൺ വെച്ചു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. അയാൾ ചിരിച്ചുകൊണ്ട് റിവോൾവർ മാറ്റി. നിങ്ങളൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഗോപാൽ ശങ്കർക്ക് വിഷമവും കോപവും ഒക്കെ ഒന്നിച്ചുണ്ടായി. ഷുവർ, പക്ഷേ 5 മിനിറ്റ് ഞാനും കാത്തിരിക്കാം. അരുൺ അയാളെ വിട്ടുവോ എന്നറിയണമല്ലോ. അർജുൻ അവിടെ തന്നെ ഇരുന്നു. താങ്കൾ ആ കട്ടിലിരിക്കൂ. അയാൾ DGPയുടെ ഭാര്യയെ നോക്കി ചിരിച്ചു. പേടിക്കണ്ട, തൽക്കാലം ഞാൻ അദ്ദേഹത്തെ കൊല്ലുന്നില്ല. അവർ ദീർഘമായൊന്ന് നിശ്വസിച്ചു. കിടക്കയിലിരിക്കുമ്പോഴും എങ്ങനെ അവനെ നേരിടണമെന്നായിരുന്നു ഗോപാൽ ശങ്കറുടെ ചിന്ത. നൊട്ടോറിയസ് ക്രിമിനലാണവൻ. ഈ നാട്ടിലെ പോലീസിൻ്റെ ഉന്നതാധികാരി ഇവന് വേണ്ടി ഒരു കുറ്റവാളിയെ വിട്ടുകളഞ്ഞെന്ന് പത്രക്കാർ അറിഞ്ഞാൽ? അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് ഫോണിൻ്റെ ശബ്ദമുയർന്നു. ഇത്തവണ റിസീവർ എടുത്തത് അർജുനായിരുന്നു. അവനെ വിട്ടു സാർ. അരുണിൻ്റെ ശബ്ദം. താങ്ക് യു. അയാൾ റിസീവർ താഴ്ത്തി.
പിന്നെ തൻ്റെ കീശയിൽ നിന്നും കോൾലെസ് ഫോൺ എടുത്തു. ആരുമായി 1 മിനിറ്റ് സംസാരിച്ചു. താങ്ക് യു സാർ, ആളെൻ്റെ താവളത്തിൽ എത്താറായി കഴിഞ്ഞു. അയാൾ എണീറ്റു. ഇനിയും നമുക്ക് കാണേണ്ടി വരുമല്ലോ. നമ്മളിപ്പോൾ കള്ളനും പോലീസും കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇനിയുള്ള മുഖാമുഖങ്ങളും ഇതുപോലെ സൗഹൃദപൂർവ്വമായിരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ എൻ്റെ വഴിക്ക് തന്നെ വിടുകയാണ് നല്ലത്. അർജുൻ വാതിൽ കടന്നുപോയി. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഒരു വാഹനം സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ടു. ഒരു വലിയ ഗർജനം പോലെ ഗോഡൌണിൻ്റെ ഷട്ടർ മുകളിലേക്ക് ഉയർന്നപ്പോൾ തൈമൂറിൻ്റെ മുന്നിൽ കാവലുണ്ടായിരുന്ന 2 പേർ തലയുയർത്തി. ആരുടെയൊക്കെയോ കാലടി ഒച്ചകൾ ഉയർന്നു. ഇരുവരും തോക്കുകളിൽ പിടിമുറുക്കി. മുന്നിൽ അൻസാറും മറ്റൊരാളും. അവർ നേരെ തൈമൂറിന് മുന്നിലെത്തി. ഒരു നേരിയ ചലനം മാത്രമേ അയാൾക്ക് അവശേഷിച്ചിരുന്നുള്ളൂ. തൈമൂർ, അൻസാർ വിളിച്ചു. ഭൂമിയിലെ നിന്റെ കർമ്മങ്ങൾ മുഴുവൻ പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾ അങ്ങേ ലോകത്തേക്ക് വിടുന്നു. അർജുൻ എന്ന ബാസ്റ്റേഡിനോട് പറയാൻ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കാത്തുവെച്ചിട്ടില്ലേ? നിന്നോടൊപ്പം തന്നെ ആ രഹസ്യങ്ങൾ ഇല്ലാതെയാകണം. ഞങ്ങൾക്ക് കിട്ടാത്ത ഡയമണ്ട്സ് അയാൾക്കും കിട്ടിക്കൂടാ. അൻസാർ പറഞ്ഞതൊന്നും തൈമൂർ കേട്ടില്ല. അയാൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപാലത്തിലായിരുന്നു. അൻസാറിൻ്റെ കയ്യിൽ ഒരു കത്തി പ്രത്യക്ഷപ്പെട്ടു. പുറത്ത് പൊടുന്നനെ ഒരു വാഹനം വന്നു നിന്നു. അൻസാർ നെറ്റി ചുളിച്ചു. ഷട്ടർ താഴ്ത്തിയിട്ടില്ല. ഒരാൾ കാവൽ നിൽപ്പുണ്ട്. നോക്ക്, അയാൾ മറ്റുള്ളവരോട് പറഞ്ഞു. അവർ കുതിക്കും മുമ്പ് കാതടുപ്പിക്കുന്ന വെടിയൊച്ചകളും ഒരു നിലവിളിയും കേട്ടു. മൈ ഗോഡ്! അൻസാർ കത്തി ഉയർത്തി. അയാൾക്ക് പക്ഷേ തൈമൂറിനെ വധിക്കാൻ കഴിഞ്ഞില്ല. ഗോഡൌണിൽ അടുക്കി വെച്ചിരിക്കുന്ന ചാക്കുകെട്ടുകൾക്ക് മുകളിലൂടെ ഒരു മനുഷ്യൻ അയാളുടെ ശരീരത്തിൽ വന്ന് നീണു. അൻസാർ വിറച്ചുപോയി. അയാൾ പിന്നോട്ടാഞ്ഞു. അത് വാതിക്കൽ കാവൽ നിർത്തിയിരുന്ന അയാളുടെ അനുയായി തന്നെയായിരുന്നു. ഇരുളിലൂടെ അടുത്തുകൊണ്ടിരുന്ന കനത്ത കാലടി ഒച്ചകൾ. അയാളുടെ അനുയായികളെ കയ്യിലിരുന്ന തോക്കുകൾ അവിടേക്ക് തിരിഞ്ഞു. ഇരുളിനെ തുളച്ചുകൊണ്ട് വെടിയുണ്ടകൾ പാഞ്ഞു. അട്ടിയിട്ടിരിക്കുന്ന ചാക്കുകൾ ചിതറി. അതേ നിമിഷം അവിടെ നിന്നും വെടിയുണ്ടകൾ പാഞ്ഞു വന്നു. ആ അമ്മേ! ഗോഡൌണിനെ കിടിലം കൊള്ളിക്കുന്ന അലർച്ചകൾ. അൻസാർ മരണത്തെ മുന്നിൽ കണ്ടു. ഇപ്പോൾ തൈമൂറിനെ വധിക്കുക എന്നതിനേക്കാൾ ഉപരി സ്വന്തം ജീവൻ രക്ഷിക്കാനായിരുന്നു അയാൾക്കും തിടുക്കം. കാരണം തൻ്റെ അനുയായികൾ പെടഞ്ഞു വീഴുന്നത് അയാൾ കണ്ടു കഴിഞ്ഞു. അൻസാർ ചാക്കുകളുടെ മറവിലൂടെ മുതലക്കൂപ്പ് നടത്തി. ഏറ്റവും മുന്നിൽ വന്നത് അർജുൻ തന്നെയായിരുന്നു. മരണവക്രത്തിൽ കിടക്കുന്ന തൈമൂറിനെ അർജുൻ കണ്ടു. അയാളുടെ കണ്ണുകൾ കത്തിയെരിഞ്ഞു. സ്കൗണ്ട്രൽസ്! അർജുൻ്റെ ഒപ്പമുണ്ടായിരുന്നവർ ഒരാൾ തൈമൂറിനെ ഉയർത്തി തോളിലിട്ടു. കമോൺ! അർജുൻ തിരിഞ്ഞു നടന്നു. പുറത്തേക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അൻസാർ ഇരുളിൽ നിന്നും പുറത്തു വന്നത്. കമാൻഡർ എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്